ഹക്കീം നാസറിൻ്റെ ഈ ഗസലിൽ നേരത്തെ ഞാൻ പറഞ്ഞ 2 ഈരടികൾ മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനെ വെറും കൈസിലും ലൈലയിലും മാത്രം ഒതുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കവി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം കേൾവിക്കാരനിലാണ് അല്ലെങ്കിൽ വായനക്കാരനിലാണ്. ഞാനതിനെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകൻ്റെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടും കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നാട്ടിലെ ഏറ്റവും വിശ്വസ്തനായ ആളായിട്ടാണ് പ്രവാചകൻ അറിയപ്പെട്ടത്. അൽ അമീൻ, ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആൾ. ആ പ്രവാചകന് പ്രവാചകത്വം ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വഹി എന്ന് പറയുന്ന ആ അത്ഭുതം പ്രവാചകനിലേക്ക് സംഭവിക്കുന്നു. അത്രയും കാലം എല്ലാവർക്കും വിശ്വസ്തനായിരുന്ന ഒരാൾ പിന്നീട് പറയുന്നത് മുഴുവൻ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെയാകുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അന്നത്തെ നാട്ടിൽ കല്ല് വെച്ചുള്ള ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകൾ ചുറ്റുമുണ്ട്. ഈ ഒരു സാഹചര്യം എടുത്ത് ഈ വരികൾ വായിക്കണം. ജബ് സെ തൂനെ മുझे ദീവാന ബനാ രഖാ ഹെ, നീ എന്നെ നിന്റെ അനുരാഗിയാക്കി മാറ്റിയ നാൾ മുതൽ സംഗ് ഹർ ശഖ്സിനെ ഹാഥോ മേ ഉഠാ രഖാ ഹെ, ആളുകൾ അവരുടെ കയ്യിൽ കല്ലുമേന്തിയാണ് നിൽക്കുന്നത്. ഈ വരി എൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആദ്യം വന്ന ചിന്ത, പ്രവാചകൻ ത്വായിഫ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ നാടാണ്. ആ നാട്ടിലേക്ക് അദ്ദേഹം ഈ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി പോകുന്നുണ്ട്. അവിടുന്ന് കല്ലേറ് കിട്ടിയിട്ടാണ് തിരിച്ച്. ആ രംഗമാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്.